Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ഫസ്റ്റ് പാർട്ട് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് y equal to f of x be a continuous function, then the value of y depends upon the value of x and it changes with change in value of x. That means y equal to f of x എന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എക്സിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ കറസ്പോണ്ടിങ് ചേഞ്ച് വൈയിൽ വരുന്നു. Okay, we use the word increment denote small change. Okay, small change means increment എന്നാണ് നമ്മൾ denote ചെയ്യുന്നത്. Increase in the value of x and y. Let delta y be the increment in y corresponding to increment in delta x in. So that means x in delta x എന്ന് പറഞ്ഞ ഒരു increment ഉണ്ടായാൽ y ക്ക് corresponding delta y increment ഉണ്ടാകും. Okay, then dy by dx, that means derivative of y with respect to x എന്നാണ് പറയുന്നത്. dy by dx. So our formula derive ചെയ്യുന്നതാണ് limit h tends to 0 f of x plus h. So delta ക്ക് പകരം ഒരു small change h എന്ന് കൊടുത്തിരിക്കുന്നു minus f of x divided by h. The limit, if it exists finitely, it is called derivative of differential coefficient y equal to f of x with respect to x and is denoted by k. So y equal to f of x. So x ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു h, small increment h. So in the limit at express ചെയ്യുന്നതിനാണ് ഇതിനാണ് എന്ത് പറയുന്നത് ഡെറിവേറ്റീവ്. Okay, dy by dx is equal to limit h tends to 0 f of x plus h minus f of x divided by h. So derivative normally denote ചെയ്യുന്നത് y ആണെങ്കിൽ നമുക്ക് dy by dx, ഇതിനകത്ത് f dash x എന്ന് പറയാം. f of x ന്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ dy by dx of f of x അല്ലെങ്കിൽ f dash x എന്ന് പറയാറുണ്ട്. then y1 എന്നോ y2 എന്നോ y dash എന്നോ ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് നമുക്ക് നോക്കാം. സോ സം ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. സോ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓരോ സ്റ്റെപ്പിൽ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് നമുക്ക് ബേസിക് കോൺസെപ്റ്റ്സ് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഇൻഡെപ്ത് ഡിഫറൻഷിയേഷൻ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിന് പഠിക്കാനില്ല. സോ മനസ്സിലാക്കേണ്ട ഇതാണ്, നമുക്ക് സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പ്ലസ് ദെൻ 2-3 തിയറംസ് നമ്മൾ പഠിക്കും. അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് d by dx, ഫസ്റ്റ് വൺ d by dx of x. ഓക്കെ, സോ നമുക്കിത് ഈക്വൽ ടു 1. നമുക്കിത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ്. നമുക്ക് ഈ ഫോർമുല ഈ d by dx of x ഈക്വൽ ടു 1 എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു y ഈക്വൽ ടു f of x. ഇവിടെ y ഈക്വൽ ടു എന്താണ് x ആണ്. ഓക്കെ, സോ dy by dx എന്താണ് ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. Okay, സോ ഇവിടെ f of x എത്രയാണ് x ആണ്. സോ x plus h എന്ന് വരും x plus h, x ന് പകരം x plus h എന്ന് കൊടുക്കാം. സോ f of x equal to നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാണ്. f of x equal to x ആണെങ്കിൽ f of x plus h എന്നായിരിക്കും. ഇവിടേക്ക് x ഉണ്ടോ അതൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക x plus h. സോ ഇതെന്ത് വരും x plus h minus x divided by h. So that implies limit h tends to 0 x get cancel, h divided by h എന്താണ് 1. സോ അങ്ങനെയാണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത്. d by dx of x is equal to 1. Okay, so next formula. So the formulas ഒക്കെ അറിഞ്ഞിരിക്കണം. ഈ ഫോർമുലാസ് പ്ലസ് അഡീഷണൽ ആയിട്ട് നമ്മൾ 4 ഫോർമുലാസ് കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവിലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എക്സാം സോൾവ് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് വൺ d by dx of x raised to n into x raised to n minus 1. Okay, so ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ d by dx of x square എന്ത് വരണം ഇതിൻ്റെ വെച്ചിട്ട് ഇവിടെ n ന് പകരം 2. സോ എന്ത് വരും 2 into x raised to 2 minus 1 equal to 2x എന്ന് വരും. സോ നമുക്ക് ഈ പറയുന്ന ഫോർമുല പ്രകാരം ഇത് ഡെറിവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. y equal to x square. So dy by dx ഫോർമുല എന്താണ്? f of x ആണെങ്കിൽ f of x equal to x square, then limit h tends to 0 f of x plus h minus f of x divided by h. So ഇവിടെ നമുക്ക് f of x എന്താണ് x square ആണ്. So f of x plus h വരും x plus h the whole square വരും h tends to 0 x plus h the whole square minus
x square divided by h. So a plus b the whole square നമുക്ക് formula അറിയാവുന്നതാണ് a square plus 2ab plus b square. That means x square plus 2xh plus h square minus x square divided by h. So x square get cancelled. So ഇവിടെ എടുക്കുമ്പോഴത്തേക്കും limit h tends to 0, h common എടുക്കുമ്പോഴത്തേക്കും 2 into h into 2x plus h divided by h. H get cancelled. So limit h tends to 0 and നമുക്ക് എന്ത് വരും limit h tends to 0 2x plus h ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും value answer will be 2x. Hello. X raised to n d by dx of x raised to n is equal to n into x raised to n minus 1. നമുക്ക് എന്ത് കിട്ടി 2 into 2 x raised to 2 minus 1 equal to 2x. So ഇങ്ങനെയാണ് ഫോർമുല ഡെറിവേഷൻ നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സോ രണ്ട് ഫോർമുല രണ്ട് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് standard derivatives. D by dx of x equal to 1, d by dx of x raised to n is equal to n into x raised to n minus 1. Then next one, d by dx of 1 by x raised to n. Okay, now indices in a property change d by dx of 1 by x raised to n can be written as x raised to minus n. Okay, then applying the first second formula. So d by dx of x raised to n in minus n. So minus n into x raised to minus n minus 1. X raised to n minus 1. So equal to minus n into x raised to minus n plus 1. So this can be written as minus n divided by indices in a property something raised to minus 1 by something 1 by x raised to something n plus 1. So that's the formula another n into x raised to n plus 1. Then next one, d by dx of 1 by x. So x raised to n d by dx of 1 by x can be written as d by dx of x raised to minus 1. So formula minus 1 into x raised to minus 1 minus 1. So minus 1 into x raised to minus 2, that can be written as minus 1 divided by x square. So the formula derivative. D by dx also ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് എക്സാമിന് ഇത് കണ്ട ഉടനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം ഈ ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. Then next one, d by dx of root x. Okay, so d by dx of root x, that means d by dx of x raised to 1 by 2. So formula applying 1 by 2 into x raised to 1 by 2 minus 1. 1 by 2 into x raised to minus 1 by 2. Okay, so that implies 1 by 2, the denominator will be x raised to 1 by 2. Okay, so that means 1 by 2 x raised to 1 by 2 can be written as a root x. 1 by 2 root x. Then next one, d by dx of 1 by a root x. D by dx of 1 by a root x. Okay, 1 by root x can be written as d by dx of 1 by x raised to 1 by 2. So the numerator like d by dx of x raised to minus 1 by 2. So formula applying minus 1 by 2 minus 1 by 2 into x raised to minus 1 by 2 into then minus 1 by 2 x raised to minus 1 by 2 minus 1. That means minus 1 by 2 x raised to minus 3 by 2. So this can be written as minus 1 by 2 numerator minus x raised to 3 by 2. So this can be written as minus 1 by, so x raised to 3 by 2 can be written as x into root x. So that is another minus 1 by 2x root x. So 1 by 2 plus 1 3 by 2 x raised to. So indices in the property and apply x raised to 1 plus x raised to into x raised to 1 by 2 equal to x raised to 3 by 2. Then next one, d by dx of c, where c is a constant. So constant, so increment variables increment there will not be any change. So 0. That means c is a constant. Okay. The next one, d by dx of c constant into, so derivative of the constant into function. Okay. d by dx of constant into function. So constant constant as it is, then derivative of function.
So that's the formula. And c into d by dx of f of x. Then next one, the formula d by dx of e raised to x is equal to d by dx of e raised to x is equal to e raised to x. Okay. Then next one. So that means e raised to d by dx number formula. D by dx of e raised to something. Okay. So you know what. So that means e raised to formula e raised to something into derivative of something. Derivative of something. So e raised to x e raised to something and e raised to x. X in derivative and 1 already discussed it in the 1. Then next one, d by dx of e raised to mx. So they can be something in the application e raised to mx. So d by dx of e raised to mx. So in the derivative e raised to something into mx in derivative m is a constant, x in derivative 1 that means constant into derivative of x and m into e raised to mx. Very important. E raised to x is equal to derivative of e raised to x same and e raised to x and e raised to mx m into e raised to x. Then next one, d by dx of a raised to x. So in the formula d by dx of a raised to x. A raised to x into log a to the base e. Very important formula. Okay, example directly formula apply cheya. Then next one, d by dx of a raised to mx. D by dx of a raised to mx. So m into a raised to mx into log a to the base e. Okay. So a raised to x a raised to x into log a to the base e into derivative of something. Additional m into a raised to mx into log a to the base e. Then very important, log x, d by dx of log x is equal to 1 by x. So d by dx of log x is equal to 1 by x. D by dx of log something and so where are the function of function but here property use so 1 by something into derivative of something. So this formula is function of function log of x is okay, log of x plus 1 log of 1 plus x this property function of function but okay is something answer. Then next one, product rule number sum rule. So that means d by dx of f of x plus g of x derivative separate and d by dx of f of x plus d by dx of g of x. Then difference rule difference rule d by dx of f of x minus g of x. D by dx of f of x minus d by dx of g of x. D by dx of f of x minus d by dx of g of x. Then product rule. So very important. From u v or a function properties are use so basic formulas plus product ruler, quotient ruler. Then type of different rules. Question apply and select example. So d by dx of u into v, and the function u and v are two function, then u into d by dx of v plus v into d by dx of u. So that means d by dx of the function, first function into second function. Okay. So derivative and first function into derivative of second function. So for product of two function derivative and first function into derivative of second plus second function into derivative of first. So in the formula u into d by dx of v plus v into d by dx of u. Okay. The next one, quotient rule.
സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഫംഗ്ഷൻ്റെ കോഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷൻ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ ബി ആണെങ്കിൽ യു ബി ആർ ഫംഗ്ഷൻ ദെൻ ഡിനോമിനേറ്റർ ഇൻറ്റു derivative of numerator minus numerator into derivative of denominator the whole divided by denominator square. Okay. Denominator into derivative of numerator minus numerator into derivative of denominator the whole divided by denominator square. First one, material questions are the formulas on the taravanate. First one, find dy by dx of 3x square plus 5x minus 2. So, മൂന്ന് ഫംഗ്ഷനിലെ സം റൂളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയാം, d by dx of 3x square plus d by dx of 5x minus d by dx of 2. Okay. So that means 3x square, 3 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ കോൺസ്റ്റന്റ് പുറത്ത് x സ്ക്വയറിന്റെ എന്ത് വരും 2x പ്ലസ് 5 ഇൻറ്റു എക്സിന്റെ എന്ത് വരും 1. കോൺസ്റ്റന്റ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഓൾവേസ് 0. സോ നമുക്ക് എന്ത് വരും ആൻസർ 6x plus 5. 6x plus 5. Okay. So നമ്മൾ ഇപ്പോൾ പഠിച്ച ഫോർമുലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Then second one, find dy by dx of a raised to x plus x raised to a plus a raised to a. Okay. So നമുക്ക് എഴുതാം ഉണ്ടോ, ഫംഗ്ഷൻ സം റൂൾ ആണ്. d by dx of a raised to x plus d by dx of x raised to a plus d by dx of a raised to a. Okay. So നമുക്ക് ഓൾറെഡി അറിയാം a raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, a raised to x log a to the base e log a to the base e plus d by dx of a raised x raised to a. x raised to n ന്റെ ഫോർമുല എന്താണ്, n into x raised to n minus 1. So അത് അപ്ലൈ ചെയ്യുമ്പോൾ a into x raised to a minus 1. Then a raised to a എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്, എന്ത് വരും 0. സോ ഫൈനൽ ആൻസർ എന്ത് വരും, a raised to x log a raised to x log a plus a raised to x log a plus a into x raised to a minus 1. a into x raised to a minus 1. Then here question, d by dx of 1 by 3 x cube minus 5x square plus 6x minus 2 log x plus 3. 2 log x plus 3. Okay. So ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക്, സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ d by dx ഓഫ് എന്നുള്ളത് ഒറ്റയടിക്ക് ആൻസറിലേക്ക് തന്നെ ശ്രമിക്കണം. 1 by 3 x cube minus d by dx of 5x square plus d by dx of 6x minus d by dx of 2 log x plus log 3. So that means ഇവിടെ 1 by 3 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് പുറത്തെടുക്കുമ്പോൾ ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 6x in derivative 6 plus 2 log x in 2 into 2 constant 1 by x, log 3 0. So 3 get cancelled, x square minus 10x plus 6 plus minus 2 by x. Minus 2 by x. d by dx of e raised to x into log x. ഇവിടെ എന്തോന്നു രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നു. സോ പ്രോഡക്റ്റ് വന്നു ഞാൻ നമ്മുടെ ഫോമുല എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സോ e raised to x log x ഡെറിവേറ്റീവ് നമുക്കറിയാം 1 by x പ്ലസ് log x ഇൻറ്റു e raised to x ഡെറിവേറ്റീവ് എന്താണ് e raised to x തന്നെ.
So answer e raised to x divided by x plus log x into e raised to x. Now e raised to x wrong എടുത്താൽ 1 by x plus log x. 1 by x plus log x. Then next one, d by dx of 2 raised to x into x raised to 5. So derivative of two function product, the product of two function. So first function into x raised to 5 in the derivative നമുക്ക് ഒറ്റയടി കണ്ടുപിടിക്കാം. x raised to 5 in the derivative of the first function into derivative of second. X raised to 5 into 5 x raised to 4. Then plus second function x raised to 5 into a raised to x. We need to put 2 raised to x in derivative. 2 raised to x into log x to the log 2 to the base. So answer on the 5 into x raised to 4, 2 raised to x, 5 into x raised to 4, 2 raised to x, plus 2 raised to x into x raised to 5 into log 2 to the base e. Log 2 to the base e. Then next one. Quotient rule നോക്കാം. d by dx of x square divided by e raised to x. So quotient rule ആണെങ്കിൽ എന്താണ്? Denominator into derivative of numerator minus numerator into derivative of denominator the whole divided by denominator square. So e raised to x square derivative 2x minus x square into e raised to x divided by e raised to 2x. So e raised to x the whole square നമുക്ക് എഴുതാം. Indices property apply ചെയ്യുമ്പോൾ e raised to 2x. So നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ e raised to x കോമൺ എടുത്ത് ഞാൻ 2x minus x square 2x minus x square divided by e raised to 2x. So e raised to x into get cancel. 2x minus x square divided by e raised to x. So very important. Then what problem, right? d by dx of e raised to x divided by log x. So the question rule, denominator into derivative of numerator minus numerator into derivative of denominator the whole divided by denominator square. So answer log x into e raised to x derivative e raised to x minus e raised to x into 1 by x the whole divided by log x the whole square. Log x the whole square. It's very important. So the question, right? d by dx of 2 raised to x log x. So ഇവിടെ എന്ത് property ആണ്? Product ആണ്. Product rule apply ചെയ്യുമ്പോൾ first function into derivative of second 1 by x plus second function into derivative of first 2 raised to x log 2 to the base e. അതേപോലെ നമുക്ക് ഈ ഒരു സ്പീഡാണ് നമുക്ക് എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സോ ഏത് ടൈപ്പ് ഓഫ് ഏത് ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത് ദെൻ സ്പീഡിൽ അപ്ലൈ ചെയ്യുക. Then parametric function. Next one. So നമുക്കിതാണ് ഫസ്റ്റ് ബേസിക് ഫോമുല പ്ലസ് പ്രോഡക്റ്റ് റൂള് സം റൂള് ഡിഫറൻസ് റൂള് പ്രോഡക്റ്റ് റൂള്. സോ ഇത്ര ഫോമുല ഇതിൽ നിന്ന് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാരാമെട്രിക് ഇക്വേഷൻ പാരാമെട്രിക് ഫംഗ്ഷൻസ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പാരാമെട്രിക് ഫംഗ്ഷൻ. സോ നമ്മളിവിടെ ഇപ്പം നമുക്ക് വിത്ത് എക്സിനെ വൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ്. എക്സ് എന്ന് പറയുന്നത് വേറെ ഒരു ടി എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തരുന്നു. വൈയും ഓൾസോ എന്താണ് ടി എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിട്ട്. ദെൻ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇപ്പം വൈ എന്ത് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ഇത് എന്താണ് ഫംഗ്ഷൻ എന്തിനാണ് വിത്ത് ടി വെച്ചിട്ടാണ് നമ്മൾ ഏത് വേരിയബിളാണ് അത് വെച്ചിട്ട് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ടി ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ്. ദാറ്റ് മീൻസ് ഡി വൈ ബൈ ഡി ടി
divided by then x നെ എന്താണ് with respect to dx by dt. So നമുക്ക് അതായത് dy by dt division by fraction നമുക്ക് എന്താ തിരിച്ചിട്ട് multiply dt divided by dx. So ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് dt ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും dy by dx. Okay. So നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ പാരാമെട്രിക് ഇക്വേഷൻ ദാറ്റ് മീൻസ് എക്സും വൈയും ഒരു മൂന്നാമതൊരു വേരിയബിളിൽ ഇക്വേഷൻ തന്നിട്ട് dy by dx കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് ആണിത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് x is equal to at square y is equal to 2at നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy by dx. സോ നമ്മൾ എപ്പോഴും പറഞ്ഞു dy x എന്താണ് t എന്ന് പറയുന്ന മൂന്നാമതൊരു വേരിയബിൾ y ഓൾസോ t എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് dx by dt ആണ്. So with respect to t differentiate a എന്താണ് കോൺസ്റ്റന്റ് ആണ് t സ്ക്വയറിനെ with respect to t differentiate ചെയ്യുമ്പോൾ എന്ത് വരും a into constant into 2t അല്ലേ t raised to 2 minus 1 വരും. That means എന്ത് വരും 2at. Then dy by dt എന്ത് വരും 2a കോൺസ്റ്റന്റ് ആണ് ta with respect to t എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും 1 വരും. Okay. So dy by dt എന്താണ് dy by dt into dt by dx. Okay. dy by dx നമുക്ക് എത്ര കിട്ടി 2a dx by dt is 2at. dt by dx means എന്താണ് അതിന്റെ റെസിപ്രോക്കൽ 1 by 2at എന്ത് കിട്ടും 2a get cancel 1 by t. Okay. So very important നമുക്ക് ഇതേപോലുള്ള പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാമിനെ ടെസ്റ്റ് ചെയ്ത് കാണുന്നത്. ഒന്നുമില്ല തന്നിരിക്കുന്ന മൂന്നാമത്തെ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു dx ആണെങ്കിൽ dx by dt dy by dt കണ്ടുപിടിക്കുക then ഈ ഫോർമുല അപ്ലൈ ചെയ്യുക dy by dt is equal to dy by dt into dt by dx. That means നമുക്ക് കിട്ടിയിരിക്കുന്ന dx by dt ഒക്കെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Then next one question x is equal to 3t square minus 1 y is equal to t cube minus t നമുക്ക് എന്ത് കണ്ടുപിടിക്കണം dy by dx. Okay. dy by dx കണ്ടുപിടിക്കാനാണ് ശ്രദ്ധിക്കാം. നമ്മൾ അതുപോലെ എന്ത് കണ്ടുപിടിക്കും dx കണ്ടുപിടിക്കും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t dx by dt കണ്ടുപിടിക്കും 3t സ്ക്വയറിന് എന്ത് വരും 3 കോൺസ്റ്റന്റ് ആണ് t സ്ക്വയറിന് എന്ത് വരും 2t minus 1 ന്റെ കോൺസ്റ്റന്റ് ആണ് 0 ആയിട്ട് പോകും. That means 6t. Then dy by dt t cube minus t cube എന്ത് വരും 3t square minus 1. Okay. So നമുക്ക് dy by dx ന്റെ ഫോർമുല എന്താണ് dy by dt into dt by dx. So that means 3t square minus 1 into 1 divided by 60. Then 3t square minus 1 divided by 60. Yeah. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. x is equal to a t cube y is equal to a divided by t cube. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് dy by dx dy by dx. Okay. So dy by dx x തന്നിരിക്കും നമുക്ക് നമ്മൾ എന്താണ് dx by dt a കോൺസ്റ്റന്റ് ആണ് നമുക്ക് എന്ത് വരാൻ a into 3t square. That means നമുക്ക് എന്ത് വരാൻ 3at square. Then dy by dt a divided by നമുക്ക് എങ്ങനെ എഴുതാം a into t 1 divided by t cube എന്നുള്ളത് t raised to minus 3 minus 3 into minus 3 into 3 raised to minus 3 yeah 3 raised to minus 3 minus 1. Okay. So minus 3a into t raised to minus 4 dy by dx എടുക്കുമ്പോഴത്തേക്കും dy by dt into dt divided by dx. Okay, അങ്ങനെ എഴുതാം dy by dt minus 3a divided by നമുക്ക് എന്താണ് t raised to 4 എഴുതാം ഇൻഡിസസിന്റെ പ്രോപ്പർട്ടി നമുക്ക് എന്താണ് ഇത് ഡിനോമിനേറ്ററിൽ വരുന്ന t raised to 4 into dt by dx 1 divided by 3a t square 3a get cancel 1 divided by minus 1 divided by t raised to 6 എന്നൊരു ആൻസർ. Okay. So next അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഇതാണ് നമുക്ക് നാല് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണുള്ളത്. ഇതിനകത്ത്
ഒന്ന് ബേസിക് ഫോർമുല തന്നിരിക്കുന്നത് പ്രോഡക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഉള്ളവർ then parametric equation then implicit function means so ഇത്ര നേരം നമ്മൾ ചെയ്ത y equal to x എന്നുള്ളതായിരുന്നു സോ implicit function എന്നാണ് എക്സും വൈയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോ നമുക്ക് തന്നിരിക്കുന്നത് ഇപ്പം ജസ്റ്റ് വിചാരിക്കാം x square y square plus 3xy plus y equal to 0 സോ ഇങ്ങനെ ഒരു മിക്സർ ഇത്ര നേരം y equal to x alone ആണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനിലായിരുന്നു നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എന്തായിരിക്കും dy by dx കണ്ടുപിടിക്കാൻ ഇതാണ് എക്സാം ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഓക്കെ സോ ഇത് ചെയ്യാനായിട്ട് y ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണ്ട നമ്മൾ എന്ത് ചെയ്യും രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും ഓക്കെ എൽ എച്ച് എസ് ഇത് ആർ എച്ച് എസ് ഡിഫറൻഷിയേറ്റ് both sides with respect to x differentiate both sides with respect to x okay so that means first function x square y square that means adantana oru product rule aanu differentiate cheyunu first function into derivative of second plus second function into derivative so നമുക്ക് example ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല plus 3 into first function into derivative of second plus second function into d by dx of x then dy by dx is equal to 0 യുടെ derivative constant എന്താണ് 0 തന്നെയാണ് then നമുക്ക് നോക്കാം x square into so dy by dx of y square നമുക്ക് എന്താണ് 2y into so with respect to x ആയി എന്തുകൂടെ വരും dy by dx കൂടെ അഡീഷൻ ആയിട്ട് വരും plus y square into x square derivative എന്ത് വരും 2x plus 3x into dy by dx plus 3y into dy by dx of x എന്ത് വരും 1 വരും plus dy by dx is equal to 0 okay so നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട dy by dx ടേംസിനെ എല്ലാം LHS-ൽ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാത്തിനെയും അങ്ങോട്ട് കൊണ്ടുപോകാം RHS-ലേക്ക് കൊണ്ടുപോകുക സോ എന്ത് വരും 2y x square into dy by dx plus 3x into dy by dx plus dy by dx is equal to minus 2 minus 2xy square minus 3y minus 3y so നമുക്ക് ഇനി എന്ത് ചെയ്യാം dy by dx കോമൺ ആയിട്ട് എടുക്കാം dy by dx dy by dx കോമൺ എടുക്കുമ്പോഴത്തേക്ക് വരും 2yx square plus 3x plus 1 is equal to minus പുറത്തെടുത്ത് കഴിഞ്ഞാൽ വരും 2xy square plus 3y therefore dy by dx is equal to വരും minus 2xy square plus 3y minus 2xy square plus 3y divided by 2yx square plus 3x plus 1 okay. so very important implicit function means എന്താണ് y equal to x alone അല്ലാണ്ട് മിക്സ് ചെയ്ത് വരുന്നു നമ്മൾ എന്ത് ചെയ്തു രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് നമുക്കറിയാവുന്ന പ്രോഡക്റ്റ് റൂൾ ഏതൊക്കെ റൂളാണോ ഉള്ളത് അത് y വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ആദ്യത്തെ y dy by dx of y square 2y into dy by dx ഇവിടെ വരും അതാണ് ശ്രദ്ധിക്കണം വിത്ത് റെസ്പെക്ട് ടു x അല്ല വിത്ത് റെസ്പെക്ട് ടു x y ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ത് വരുന്നത് dy by dx okay then dy by dx കോമൺ എടുക്കുന്നു ആൻസറിലേക്ക് വരുന്നു then next one നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ നമുക്ക് വേണ്ടത് ഇപ്പം y equal to log 1 plus x square with respect to x ആണ് സോ ഇവിടെ നമുക്ക് ലോഗിൻ്റെ അകത്ത് എന്താണ് വേറൊരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു dy by dx ലോഗ് സംതിങ് ലോഗിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു 1 by x log x ന്റെ ഡെറിവേറ്റീവ് 1 by x സോ ലോഗ് സംതിങ് ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞാൽ 1 by something into derivative of something 1 by x square plus into 2x so that means something number 2x divided by 1 plus x square so ഇതന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് y equal to f of t equal to g of x dy by dx
രണ്ടിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്താണ് ആ സംതിങ് എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരാം. ദെൻ നെക്സ്റ്റ് വൺ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. സോ നമ്മൾ ശ്രദ്ധിക്കാം, when a function is power, ഒരു ഫംഗ്ഷൻ റേസ്ഡ് ടു ഫംഗ്ഷൻ, ഫംഗ്ഷന്റെ പവറിൽ ഫംഗ്ഷൻ വന്നു, ദെൻ പ്രോഡക്റ്റ് ഓഫ് നമുക്ക് അതിന് ഫംഗ്ഷൻ നമ്പർ ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് രണ്ടെണ്ണം വരെയാണെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ എടുക്കാം. സോ ഫംഗ്ഷൻ ഇൻറ്റു ഫംഗ്ഷൻ ഇൻറ്റു ഫംഗ്ഷൻ, മൂന്നോ അതിൽ കൂടുതൽ ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ് വരുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് y ഈക്വൽ ടു സംതിങ് എന്നാൽ നമ്മൾ രണ്ട് സൈഡും ആദ്യം ലോഗരിതം എടുക്കുന്നു, രണ്ട് സൈഡും ലോഗരിതം എടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരുന്നതാണ് എന്ത് ലോഗരിതം. സോ ഫംഗ്ഷൻ റേസ്ഡ് ടു ഫംഗ്ഷൻ എന്ന് വന്നാലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് എന്ന് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ആണ് അതിനെയാണ് എന്ത് പറയുന്നത് ഒരു ആ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലോഗരിതമിക്. ഒരു എക്സാമ്പിൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നത് y ഈക്വൽ ടു എക്സ് റേസ്ഡ് ടു എക്സ്, നമുക്കറിയാം എ റേസ് ടു എക്സിന് നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു, ദെൻ എക്സ് റേസ് ടു എക്സ് ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ നമുക്ക് എന്താണ് ബേസിക് ഫോർമുലാസിലില്ല, എ റേസ് ടു എക്സ് ആണ് നമുക്ക് എന്താണ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ടു ദ ബേസ് ഇ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമ്മൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ലോഗ് എടുക്കുന്നു, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് ഓൺ both sides എന്ത് വരും log y is equal to log of x raised to x. So log y is equal to logarithm property apply on x log x into log x. So then differentiate both sides with respect to x. Differentiate both sides with respect to x. So dy by dx of log y is equal to d by dx of x into log x into log x. Okay. So let's study. So log y log something derivative എന്താണ് 1 by something into something ന്റെ derivative dy 1 by y into dy by dx. Okay. So then ഇവിടെ എന്താണ് product rule, first function into derivative of second plus second function into derivative of first. So that means 1 by y into dy by dx is equal to 1 plus x get cancelled, 1 plus log x. Right. So dy by dx is equal to y into 1 plus log x. So y എന്താണ് നമുക്കറിയാം y equal to x raised to x. Right. So replace here into 1 plus log x. So ഇതാണ് നമ്മുടെ ആൻസർ. So ഇതാണ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ലോഗരിതമിക് ഡിഫറൻസ്. ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ലോഗരിതം ഫസ്റ്റ് ലോഗ് എടുക്കുക, ദെൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ബോത്ത് സൈഡ്സ്. നെക്സ്റ്റ് വൺ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. സോ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ലെറ്റ് y ഈക്വൽ ടു f of x, ദെൻ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dy by dx എന്ന് പറയുന്നത് dy by dx അല്ലെങ്കിൽ f dash x നെയാണ് എന്ത് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ദെൻ ഇതിനെ ഇപ്പൊ കിട്ടിയ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ്, ഇതിനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ കിട്ടിയതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വൈ ബൈ ഡി എക്സ് ക്യൂബ് അല്ലെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ്, ഇതിനാണ് എന്ത് പറയുന്നത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ. So this നമുക്ക് സംടൈംസ് ചോദിക്കാറുണ്ട് എക്സാമിന് ഹയർ ഓർഡർ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. y ഈക്വൽ ടു x raised to 4 plus 5x cube plus 2x square plus 9. Okay. So dy by dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വരും അല്ലേ, എക്സ് റേഷ്യോ എന്നിൻ്റെ എന്താണ് n 4 into x raised to 3 plus 5 into 3 15x square, then plus 4x 9 into constant derivative always 0. Okay. Then d square y by dx square, ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് വരും 12x plus 30x plus 4. Then ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും b ക്യൂബ് y by dx ക്യൂബ് അല്ലെങ്കിൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്.
12x square ആണ്. സോ എത്ര വരും 24x plus 30. എക്സിന്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റന്റിന്റെ. സോ ഇതിനെയാണ് പറയുന്നത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. സോ തന്നിരിക്കുന്ന ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ആ കിട്ടിയതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ. ആ കിട്ടിയതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാൻ നമുക്ക് തേർഡ് ഓർഡർ. ഓക്കെ. സോ സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് എ കർവ്. സോ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ dy ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത് സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ സംടൈംസ് എന്ത് വരും അറ്റ് എക്സ് ഇത്രയാണ് അല്ലെങ്കിൽ y ഇത്രയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തരാറുണ്ട്. ഓക്കെ. സോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ y ഈക്വൽ ടു 3x square minus 5x plus 4 equal to 0. Find the gradient at x is equal to 1, y equal to 2. Okay. So gradient അല്ലെങ്കിൽ curve എന്ന് പറഞ്ഞാൽ gradient അല്ലെങ്കിൽ slope of a curve എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത് എന്താണ് with respect to x differentiate dy by dx. So dy by dx equal to 6x minus 5 plus 0. 4 plus 0 at x എത്രയാണ് x equal to 1 y equal to 2. So ഇതിനകത്ത് നമുക്ക് എന്താണ് y ഒന്നും കിട്ടിയിട്ടില്ല. x ന്റെ വാല്യൂ 1 കൊടുക്കുന്നതും 6 into 1 minus 5 equal to 1 എന്നാണ് ആൻസർ. Then ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് y equal to 2x cube minus 3x square minus 12x plus 8 at x equal to 0 നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ലോപ്പ് ആണ്. So and then dy by dx എന്ത് കിട്ടും 3 into 2 6x square minus 6x minus 12. Okay. At x equal to 0. So x in the value 0 കൊടുക്കുമ്പോൾ 6 into 0 0 വരും 0 square 0 വരും 6 into 0 വരും. So dy by dx at x equal to 0 0 കൊടുക്കുമ്പോൾ അതൊരു minus 12. Okay. So normally എക്സാം ചോദിക്കുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ്. സോ നമ്മുടെ ഡിഫറൻസിയേഷൻ തിയറി ബേസ്ഡ് ആണ്. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ബേസിക് ഫോർമുലയിൽ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, ദെൻ റേസ്ഡ് ടു വന്ന ലോഗറിതമിക് ഡിഫറൻസിയേഷൻ, ദെൻ ഹയർ ഓർഡർ, ദെൻ വരുന്ന എന്താണ് സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സംടൈംസ് എക്സിന്റെ വൈയുടെ വാല്യൂ വന്നിട്ട് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം എക്സിനും വൈയുടെയും വാല്യൂ ഉണ്ടെങ്കിൽ വൈ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ആൻസറിലേക്ക് ഒരു വാല്യൂ വരുന്നതാണ് എന്ത് പറയുന്നത് സ്ലോപ്പ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് ദ കർവ്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അഡീഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.